ഹലോ. ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷോർട്സും റീൽസൊക്കെ ഇടുമെങ്കിലും എൻ്റെ ഒരു ഫസ്റ്റ് കൈൻഡ് ഓഫ് ഒരു ഇൻട്രാക്ഷൻ വീഡിയോ ആണ് ഇത്. അപ്പോൾ ഞാൻ എന്ത് ഫസ്റ്റ് വീഡിയോ ഇങ്ങനെ ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ സ്റ്റോറി ഇട്ടു. ആസ്ക് മീ ക്വസ്റ്റ്യൻ പോലെ ഇട്ടു. അപ്പം എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നു. നോർമലായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നു. ബേസിക് ആയിട്ടുള്ള കുറച്ചിങ്ങനെ എന്നെക്കുറിച്ച് അറിയാൻ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ഇറ്റ്. ചില പ്രശ്നങ്ങളുണ്ടാവും, എനിക്കറിയില്ല ഇവിടെ നോക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. നമുക്കങ്ങനെ ഉണ്ടല്ലോ, നമ്മളെ തന്നെ കാണാൻ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ നോക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ക്യാമറയിലടക്കം ഞാൻ നോക്കുന്നില്ല. ബട്ട് ഐ തിങ്ക് പേ ശരിയാവുമായിരിക്കും അല്ലേ? ഓക്കെ, ഞാൻ ഫസ്റ്റ് എന്നെക്കുറിച്ച് പറയാം. എൻ്റെ പേര് ജാസ്മിൻ ലില്ലി മറിയം. കുറേ പേർക്കറിയാം, കുറേ പേർക്കറിയില്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആകെ 28 സബ്സ്ക്രൈബേഴ്സാണുള്ളത്. ഇതിനി ഫ്യൂച്ചറിൽ ആരൊക്കെ കാണും എന്ന് പോലും എനിക്കറിയില്ല. എങ്കിൽ കൂടി ഞാൻ പറയാണ്, എൻ്റെ പേര് ജാസ്മിൻ ലില്ലി മറിയം. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ പനമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർന്നതെല്ലാം. ഇപ്പം ഞാൻ താമസിക്കുന്നത് കോട്ടയത്താണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്, മൈ സെക്കൻഡ് ഹോം. ആൻഡ് വേറെന്താ, കുറേ പേര് എൻ്റെ സ്കൂൾ ലൈഫിനെ കുറിച്ചും കോളേജ് എവിടെയായിരുന്നു അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. സ്കൂളിംഗ് ഒക്കെ സെൻറ്റ് ജോസഫ് CGHS തൃശ്ശൂർ തന്നെയായിരുന്നു. മിഷൻ ക്വാർട്ടേഴ്സിൻ്റെ അവിടെയുള്ള തൃശ്ശൂർ തന്നെയായിരുന്നു, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് +2 വരെ. ദെൻ ഞാൻ കോളേജ് ചെയ്തത് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ്. ഇരിഞ്ഞാലക്കുട കുറച്ച് പേർക്കെങ്കിലും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഞാൻ പിന്നെ വർക്ക് ചെയ്തതെല്ലാം 5 വർഷം കൊച്ചിയിലായിരുന്നു. കോർപ്പറേറ്റ് ഫീൽഡിലും വർക്ക് ചെയ്തിട്ടുണ്ട്, മീഡിയ ഫീൽഡിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എന്നെക്കുറിച്ചുള്ളൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ വർക്കിംഗ് അല്ല. എനിക്കൊരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഞാൻ വർക്കിംഗ് അല്ല. 1 ഇയർ ആയിട്ട് ഞാൻ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം അങ്ങനെയായിരുന്നു. പിന്നെ കുറച്ച് ട്രാവലും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു 1 ഇയർ ഒരു ലെഷർ പീരീഡ് തന്നെയായിരുന്നു. ലെഷർ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ഞാനൊരു ഫ്രീ ടൈം ആയിരുന്നു ഒരു പാസ്റ്റ് 1 ഇയർ. സോ ഐ തോട്ട് ഓഫ് ബീയിങ് പ്രൊഡക്റ്റീവ്. അങ്ങനെയാണ് ഇപ്പോൾ യൂട്യൂബ് ചെയ്ത് തുടങ്ങാം എന്നിങ്ങനെ വിചാരിക്കുന്നത്. ആൻഡ് യൂട്യൂബിലേക്ക് ഞാൻ വരാൻ കാരണം, ഒന്നാമത്തെ കാര്യം, ചുറ്റിനുള്ള എല്ലാവരും യൂട്യൂബ് തുടങ്ങി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അപ്പോൾ ചിന്തിക്കും, നമ്മൾ മറ്റുള്ളവർ ചെയ്ത് കണ്ടിട്ട് ആണോ ഇത് തുടങ്ങിയിരിക്കുന്നത്, അപ്പോൾ ഇതിൻ്റെ പരിപാടിയൊന്നും വേണ്ടേ, ചുമ്മാ തുടങ്ങാം, അങ്ങനെയാണോ ചിന്തിക്കണേന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. അങ്ങനെയല്ല, എനിക്കിഷ്ടമാണ്, എനിക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ടുള്ള ഒരു രീതികളോ ശൈലികളോ ഒന്നും ഞാൻ മുന്നേ ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ഇല്ല. ഞാനിങ്ങനെ 1-2 പ്രൊമോഷൻ വീഡിയോസിന് വേണ്ടിയിട്ട് ഇങ്ങനെ മൈക്ക് പിടിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് എന്നല്ലാതെ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഐ തോട്ട് ഓഫ് ഓക്കെ, എന്നാൽ നമുക്കൊന്ന് യൂട്യൂബ് ഒന്ന് ചെയ്ത് നോക്കാം തോന്നി. അങ്ങനെ കുറേ 2-3 വർഷമായിട്ട് ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല. യൂട്യൂബിൽ ഞാൻ ചെയ്ത ഒരുപാട് വർക്കുകൾ വന്നിട്ടുണ്ട്, ഷോർട്ട് ഫിലിംസ് ആയിട്ടായാലും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. നമുക്കെന്ന് ഉള്ള രീതിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒരു വ്ളോഗിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും, എനിക്കറിയില്ല ഇത് ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ആയിട്ടുള്ളൊരു ചാനൽ ആയിരിക്കുമെന്ന് പോലും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് കോൺഫിഡൻ്റ് ഉണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞാനിപ്പോൾ അതിനൊരു മോണിറ്ററി ടേംസിൽ കാണാനും നോക്കുന്നില്ല. കാരണം എനിക്കറിയില്ല അത്രയും വാല്യൂ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന അല്ലെങ്കിൽ കണ്ടിരിക്കാൻ ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കുമോ എന്നുള്ളതും എനിക്ക് അത്ര ഉറപ്പ് ഷുവറിറ്റി തരാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ തരുന്ന സംഭവങ്ങളിൽ എന്തെങ്കിലും കണ്ടന്റ് അല്ലെങ്കിൽ നമുക്ക് സംസാരിച്ചിരിക്കാൻ പറ്റുന്ന കണ്ടന്റ്സ് തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആൻഡ് അപ്പോൾ യൂട്യൂബ് ഈസ് ലൈക്ക്, അതുപോലെ തന്നെ എനിക്കിപ്പോൾ എൻ്റെ യൂട്യൂബിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് നമ്മൾ പറയില്ലേ, നമ്മൾ ചെറുപ്പത്തിലൊന്നും അത്രയധികം കമ്പനി ആവാത്ത കുറച്ച് ആൾക്കാർ വലുതായി കഴിയുമ്പോൾ നമ്മൾക്കൊരു നമ്മുടെ ലൈഫിൽ അവർ വരും, ഒരു പോയിന്റിൽ അവർ വരും. അങ്ങനെ ഒരു ഫ്രണ്ട് എൻ്റെ ലൈഫിൽ, എൻ്റെ ചർച്ചിലെ എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു ഹെൽന എന്ന് പറഞ്ഞ ചേച്ചി. ചേച്ചിയും ഇതുപോലെ ഒരു ബഡ്ഡിങ് യൂട്യൂബറാണ്. അപ്പം പുള്ളിക്കാരിയും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞങ്ങൾ തമ്മിലാണ് ഡിസ്കഷൻസ്, എന്താണ് ചെയ്യേണ്ടത്. എനിക്ക് ഡൗട്ട്സ് ഉള്ള ഞാൻ ചേച്ചിയോട് ചോദിക്കും, ചേച്ചിക്ക് ഡൗട്ട്സ് ഉള്ള കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുന്നതും അങ്ങനെ കാര്യങ്ങളൊക്കെ, എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ ടെക്നിക്കൽ സൈഡിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പം പുള്ളിക്കാരി എനിക്ക് കുറച്ചും കൂടെ മോട്ടീവായി തുടങ്ങാനായിട്ട്. അപ്പം ഇന്നലെ രാത്രിയിൽ പുള്ളിക്കാരി കുറച്ച് ഇൻഫോർമേഷൻ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചു, എന്നാൽ പിന്നെ കൂടുതലൊന്നും ആലോചിക്കണ്ട, ഇന്ന് തന്നെ തുടങ്ങിയേക്കാം
എന്നുള്ള രീതിയിലാണ് ഞാൻ എന്തായാലും ആസ്മി ക്വസ്റ്റ്യൻ ഇട്ടു. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ പിന്നെ എന്തായാലും അത് തന്നെ ആയിക്കോട്ടെ ഫസ്റ്റ് വീഡിയോ എന്ന് വിചാരിച്ചു. യാ അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചത് ഞാനിങ്ങനെ പറയാം. ആൻഡ് ആദ്യം ചോദിച്ചത് ഹൗ യു ഇമോഷണലി അറ്റാച്ച് ടു സം വൺ എന്നുള്ളതാണ്. ഞാനൊരു ഇമോഷണൽ ബീയിങ് ആണ്. ഞാൻ വളരെയധികം ഇമോഷണലായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരാളാണ്. ചില സമയത്ത് അതെൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റും ആണ്, ചില സമയത്ത് അതെൻ്റെ പോസിറ്റീവും ആണ്. ഞാൻ ഒരാളെ ഞാൻ ഇഷ്ടപ്പെട്ടാൽ ഞാൻ അതിപ്പം വാട്ട് എവർ ഇറ്റ് ഈസ്, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഞാൻ ആളോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ എൻ്റെ ഹേർട്ടിങ് സൈഡ്, അതായത് എന്നെ ഹേർട്ട് ചെയ്യുന്ന സൈഡ് കുറച്ചും കൂടെ കൂടുതലാണ്. പക്ഷെ ചില സമയങ്ങളിൽ എനിക്കത് ഭയങ്കര ഇമോഷണലി കണക്ഷൻസും അല്ലെങ്കിൽ എൻ്റെ ഗ്രോത്തിനെയൊക്കെ ഈ പറയുന്ന ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഒരു കോയിന് രണ്ട് സൈഡ് ഉണ്ട് എന്ന് പറയുന്ന പോലെ ഇമോഷണലി ഞാൻ ഒരാളായിട്ട് സംവൺ ലൈക്ക് ഐ എം അറ്റാച്ചിങ് ടു സംവൺ ഓർ എനി പേഴ്സൺ, അതെനിക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് അതിൻ്റെ പോരായ്മകളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സോ ഞാൻ എന്താണെങ്കിലും അതിനെ ചൊല്ലി ഉണ്ടാവുന്ന എന്തിനാണെങ്കിലും ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഞാൻ അതിൽ എന്തായാലും വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. പെട്ടെന്ന് ആ സിറ്റുവേഷനിൽ എന്തെങ്കിലും മോശം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ മോശമായിട്ട് എൻ്റെ അടുത്ത് നിന്നിട്ട് എനിക്കതിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ആ ഇമോഷണൽ ആ മൊമെന്റിൽ ഞാൻ ഭയങ്കര ഹൈ പ്രഷർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറും. പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്ത് കാര്യവും നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് നല്ലതിനായിട്ടാണ് ഞാൻ ചിന്തിക്കണം. ഓക്കെ, ദെൻ എനിക്ക് അടുത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എൻ്റെ ക്യാപ്ഷൻസ് ഇഷ്ടമാണ്, ഗ്രേറ്റ് ഫാൻ ഓഫ് ഇറ്റ്. ആക്ച്വലി ഇൻറ്റൻഷ്യലി ഞാൻ ഇടുന്ന നോർമലി ഇൻസ്റ്റഗ്രാമിലെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ക്യാപ്ഷൻസ്. ഞാൻ സ്വയം എഴുതാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. എനിക്ക് എഴുതാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ അങ്ങനെ എഴുതി, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അങ്ങനെ എനിക്കിഷ്ടമാണ്. മറ്റുള്ളവർ എൻ്റെ അടുത്ത് എനിക്കൊരു ക്യാപ്ഷൻ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോഴും എനിക്കത് പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമാണ്. ഞാൻ സമയമുണ്ട്, ഞാൻ നല്ലൊരു മൂഡിലാണെങ്കിൽ ഉറപ്പായിട്ട് തന്നെ അപ്പം തന്നെ എഴുതി ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എൻ്റെ ഫാമിലിക്ക് അകത്തുള്ളവർ തന്നെ ആയിക്കോട്ടെ, എനിക്ക് എഴുതാൻ ഇഷ്ടമായതുകൊണ്ട്, അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും, എനിക്ക് എഴുതാൻ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ആ ക്യാപ്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും. അപ്പം ആ എഴുത്തിൻ്റെ ഒരു ശൈലികൾ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ക്യാപ്ഷൻസ് കുറച്ചും കൂടെ എഴുതുമ്പോൾ എൻ്റെ വീഡിയോസിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തേക്കാളും കൂടുതൽ ഞാൻ ക്യാപ്ഷൻസ് എഴുതാനും ഒക്കെ ഞാൻ ഹെൽപ്പ് ചോദിക്കാറുണ്ട്. ചില സമയത്ത് എൻ്റെ ഇംഗ്ലീഷ് പ്രോപ്പറായിട്ട് എനിക്ക് തോന്നാറില്ല, ഗ്രാമർ വൈസ് ഒന്നും അത്ര പ്രോപ്പറായിട്ട് തോന്നാറില്ല. അപ്പം ഞാൻ നോർമലി മലയാളത്തിൽ എഴുതി ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഇമോഷൻ നഷ്ടപ്പെടാത്ത രീതിയിൽ ഞാൻ ചാറ്റ് GPT യൂസ് ചെയ്ത് അത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷിൽ എഴുതി വെച്ച സംഭവം തന്നെ ചാറ്റ് GPTയിൽ ഇട്ടിട്ട് എൻ്റെ ഗ്രാമർ തിരുത്താറുണ്ട്. അങ്ങനെയുണ്ട്. ഞാൻ ഒറ്റയടിക്ക് ഞാൻ ഭയങ്കര സെറ്റപ്പാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ മലയാളം ഒരുവിധം എഴുതുന്ന ക്യാപ്ഷൻസ് എല്ലാം ഞാൻ ആരുടെ ഹെൽപ്പിലും ഞാൻ തന്നെ ചെയ്യുന്നതാണ്. എനിക്ക് എഴുതാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ക്യാപ്ഷൻസിൽ ഞാൻ എൻ്റെ ടൈം കുറച്ചും കൂടെ ഇൻവെസ്റ്റ് ചെയ്യാറുമുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്, വായിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ച് പറയാമോ? ഞാനങ്ങനെ വായിക്കുന്ന മറ്റേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് വായിക്കുന്ന ഒരാളല്ല. വായിക്കുന്ന പുസ്തകങ്ങൾ ചിലപ്പം 4-5 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഒക്കെ വായിച്ച് തീർക്കും. എന്നിട്ട് കണ്ടിന്യൂസ് എല്ലാ ദിവസവും നിർബന്ധമായും വായിക്കുന്ന ഒരാളല്ല. ഞാൻ അങ്ങനത്തെ ശീലങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, ഒരു കുറച്ച് പോർഷനെങ്കിലും വായിക്കുക എന്നുള്ളത്. ഞാൻ മലയാള പുസ്തകങ്ങളാണ് കൂടുതൽ വായിക്കുന്നത്. ഞാൻ ഒരു ഒറ്റ ദിവസം കൊണ്ടൊക്കെ വായിച്ച് തീർത്ത പുസ്തകങ്ങൾ റാം കെയർ ഓഫ് ആനന്ദിയാണ് റീസെൻ്റ്ലി ഞാൻ അങ്ങനെ വായിച്ച് തീർത്തത്. എനിക്കിഷ്ടമാണ് അങ്ങനെ സിനിമാറ്റിക് ആയിട്ട് രീതിയിൽ എഴുതി വെച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആ പുസ്തകം എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, 2 തിങ്സ് ദാറ്റ് മേക്ക് യു ഹാപ്പി. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഹാപ്പി ആക്കുന്നത്. അപ്പം 2 തിങ്സ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഫുഡ് നല്ല ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ചില സന്തോഷങ്ങളുണ്ടാവില്ലേ, കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ പെട്ടെന്ന് ഇങ്ങനെ ഹാപ്പി ആക്കും. ചിലപ്പോൾ എൻ്റെ എൻ്റയർ മൂഡിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പം ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ 2 കാര്യം എന്ന് മാത്രം പറയാൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ബട്ട്
ഇതൊക്കെ ഇഷ്ടമാണ്. കുഞ്ഞു കുഞ്ഞു എന്ത് കാര്യങ്ങളും മൊമെന്റ്സ് ഉണ്ടായാലും ഇഷ്ടമാണ്. ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് പ്രത്യേക സന്തോഷം ഉണ്ടാവാറുണ്ട്. ചില നല്ല ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡ് എന്നെ കളിയാക്കും. ഞാൻ ചില ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്ന് നല്ല ടേസ്റ്റുള്ള ഫുഡാണെങ്കിൽ ഞാൻ ചിലപ്പോൾ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ കണ്ണൊക്കെ നിറയും. എനിക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെയുള്ള കുറേ സന്തോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊന്നുമല്ല, എനിക്ക് സന്തോഷം മനസ്സിനെ എനിക്ക് ഓക്കെ, ഞാൻ പീസ്ഫുള്ളായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിന് സമാധാനം തരുന്ന എല്ലാ കാര്യങ്ങളും എന്നെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സന്തോഷങ്ങൾ ഉണ്ടാക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ, മീഡിയ ഫീൽഡ് റിലേറ്റഡ് ആണോ ലൈഫ്? ഓക്കെ, മീഡിയ ഫീൽഡ് റിലേറ്റഡ് ആണ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മീഡിയ ഫീൽഡിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്. അതിപ്പം എന്തും ആയിക്കോട്ടെ, എനിക്ക് പറ്റുന്ന എന്ത് കാര്യങ്ങളും ട്രൈ ഔട്ട് ചെയ്യാൻ മീഡിയ ഫീൽഡ് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കുറച്ച് നാളത്തെ എക്സ്പീരിയൻസസ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ ആ എക്സ്പീരിയൻസ് കൊണ്ടൊന്നും ഞാനൊന്നും ആയിട്ടുമില്ല. എനിക്ക് ഇനിയും ഒരുപാട് വർക്ക്സ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരാളും കൂടിയാണ്. കുറച്ച് നല്ല ബ്രാൻഡുകളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അഡ്വർടൈസിങ് ഫീൽഡിൽ. എനിക്ക് അഡ്വർടൈസിങ്ങിനൊക്കെ പുറമെ എനിക്ക് കുറച്ചും കൂടെ ചെയ്യാനായിട്ട് താല്പര്യം സിനിമ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹ്രസ്വചിത്രങ്ങൾ ഒക്കെയാണ് എനിക്ക് ചെയ്യാനായിട്ട് താല്പര്യങ്ങളുള്ളത്. അപ്പം കുറച്ച് തടസ്സങ്ങളൊക്കെ മുന്നിലുണ്ടെങ്കിലും എൻ്റെ മുന്നിൽ കാണുന്ന ഒരു വിഷനിൽ ഞാൻ ഏതെങ്കിലും ഒരു സിനിമയുടെ ഭാഗമാവണം. അതേപോലെ തന്നെ എനിക്ക് നല്ല നല്ല ചെറിയ ചെറിയ സിനിമകൾ, ചെറിയ ചെറിയ വീഡിയോസ്, കണ്ടൻ്റുള്ള വീഡിയോസുകൾ, ഞാൻ പറയുന്നത് ഇൻഫ്ലുവൻസിങ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ പോലെയുള്ള വീഡിയോസ് അല്ല പറയുന്നത്, കണ്ടൻ്റുള്ള ചെറിയ ചിത്രങ്ങൾ ചെയ്യാൻ സാധിക്കണം എന്നുള്ള ആഗ്രഹം കൂടെ ഉണ്ട്. സോ അതുകൊണ്ട് എൻ്റെ ലൈഫ് മീഡിയ ഫീൽഡായിട്ട് ഒരുപാട് അടുത്താണ് നിൽക്കുന്നത്. സിനിമയും പുസ്തകങ്ങളും എല്ലാം എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് റിഗ്രറ്റ് ഇൻ ലൈഫാണ്. എനിക്കങ്ങനെ ചില തെറ്റുകൾ ചെയ്യുമ്പോൾ ഓക്കെ, ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, അത് മറ്റേ തരത്തിൽ ചെയ്യായിരുന്നു എന്നുള്ള തോന്നലുകൾ എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോഴുണ്ടായിരുന്നു. ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന നല്ല കാര്യത്തിന് പോലും എനിക്ക് അങ്ങനത്തെ ഉള്ള റിഗ്രറ്റിംഗ് പോയിന്റ്സ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർത്തിരിക്കാൻ പറ്റുന്ന റിഗ്രറ്റിംഗ് പോയിന്റ് ഒന്നുമില്ല. എൻ്റെ ലൈഫിൽ ഞാൻ തെറ്റുകളിലൂടെ പഠിച്ചിട്ടുള്ള കുറേ ലെസൺസ് ഉള്ളതുകൊണ്ട് എനിക്ക് റിഗ്രഷൻസ്, ഒരു റിഗ്രറ്റിലും ഞാനിപ്പോൾ ജീവിക്കുന്നില്ല. ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളായിട്ടും പലപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡിൻ്റെ പേരിലായാലും നമുക്ക് ആ പ്രായത്തിൽ തോന്നുന്ന ചില പൊസസീവ്നെസ്, കുശുമ്പുകൾ കൊണ്ടൊക്കെ ഉണ്ടായിട്ടുള്ള തെറ്റുകളൊക്കെ എനിക്കും സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞു തീർക്കാനും അവരുടെ അടുത്ത് തിരിച്ചു പോയി സംസാരിക്കാനും പല വർഷങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്ന സുഹൃത്തുക്കളുടെ അടുത്ത് തിരിച്ചു പോയി സംസാരിക്കാനുള്ള ഇനീഷ്യേറ്റീവ്സ് ഞാൻ ഈ റിഗ്രറ്റ് കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഇപ്പം ഞാനൊരു റിഗ്രറ്റിലും ജീവിക്കുന്ന ഒരാളല്ല. കാരണം ആ റിഗ്രഷൻസ് കൊണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ പല ലെസൺസും പഠിച്ചിട്ടുണ്ട്. ചില സമയത്ത് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടങ്ങൾ തോന്നാറുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു റിഗ്രഷൻ അല്ല. എൻ്റെ ഒരു ഡിസിഷൻ തെറ്റിപ്പോയി എന്ന രീതിയിൽ എനിക്ക് പല കാര്യങ്ങളിലും സങ്കടം തോന്നാറുണ്ട്. പക്ഷെ അതൊക്കെ എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ളത് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനും മോശമായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റാനും കൂടെ വേണ്ടിയിട്ടായിരിക്കും. സോ എനിക്കങ്ങനെ റിഗ്രറ്റിംഗ് പോയിന്റ് ഇല്ല ലൈഫിൽ. ഇത് എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചിട്ടുള്ളതാണ്. ടെൽ അബൌട്ട് യുവർ ഹസ്ബൻഡ് എന്നുള്ളതാണ്. അതിൻ്റെ ഒപ്പം ചോദിച്ചിട്ടുള്ള എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യണേ ആഫ്റ്റർ മാരേജ്. ഈ രണ്ട് ക്വസ്റ്റ്യനും കൂടെ കമ്പൈൻ ചെയ്ത് പറയാനാണ് എനിക്ക് താല്പര്യം. കാരണം എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആൾക്ക് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുള്ള ആളാണ്. സുഹൃത്ത് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. ഡെയിലി വിളിച്ച് അവരുടെ അടുത്ത് സംസാരിച്ച് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ 1-2 പേര് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പും കൂടെ വാല്യൂ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട്ഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് അത്ര ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഓഫ് കോഴ്സ് ഒരു കല്യാണം കഴിയുമ്പോൾ നമ്മൾ പണ്ട് ഇങ്ങനെ രാത്രിക്ക് രാത്രി 1 മണിക്കും 2 മണിക്കും വിളിച്ചിരുന്ന ഫ്രണ്ട്സ്, അല്ലെങ്കിൽ രാത്രി 12 മണിക്കും ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോവാം, അങ്ങനെ അല്ലെങ്കിൽ ഏത് സമയത്ത് അവരുടെ കൂടെ പോകാം, അങ്ങനെ ഒരു സംഭവം നമുക്കൊരു ചെറിയൊരു റെസ്ട്രിക്ഷൻ എന്നല്ല പറയണേ, നമ്മൾ അതിനെക്കുറിച്ച് കൺസേൺ ആവും നമ്മളൊരു ഫാമിലി ലൈഫിലേക്ക് മൂവ് ചെയ്യുമ്പോൾ. പക്ഷേ എങ്കിൽ കൂടി എൻ്റെ ലൈഫിൽ ഇപ്പം കഴിഞ്ഞ ദിവസം കൂടെ എൻ്റെ ഫ്രണ്ട് എൻ്റെ വീട്ടിൽ വന്ന് നിന്നോളൂ. അതിനൊന്നും പുള്ളി അതിനൊക്കെ കാണുന്നത് എൻ്റെ മാത്രം കാര്യങ്ങളായിട്ടാണ്. ഒരിക്കലും എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ പുള്ളിയുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ പുള്ളിയുടെ ഫ്രണ്ട്സിൽ എൻ്റെ ഫ്രണ്ട്സിനെയോ കൂട്ടിക്കുഴയ്ക്കാനോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്ഷിപ്പുകളെ ക്വസ്റ്റ്യൻ ചെയ്യാനോ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ട്ഷിപ്സിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് അതിലൊരു ബേർഡനോ
അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. സോ ഞാൻ അതിൽ ഭയങ്കര നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ലൈഫിലെ മറ്റ് പല കാര്യങ്ങളോടൊപ്പം തന്നെ ഇതിൽ ഗ്രേറ്റ്ഫുൾ ആണ്. ബിബിൻ എന്ന് പറയുന്ന ആള്, അല്ലെങ്കിൽ ഞാൻ ബിബിച്ച എന്നാണ് വിളിക്കുന്നത്, ബിബിച്ച എന്ന് പറയുന്ന ഒരാൾ എൻ്റെ ലൈഫിൽ വന്നതോടുകൂടി എനിക്കുണ്ടാവുന്ന കുറേ മാറ്റങ്ങളെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഒരു പരിധി വരെ എൻ്റെ ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്ഷിപ്സിനെ ഗ്രോ ചെയ്യിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്ഷിപ്സിന്റെ വാല്യൂ എനിക്ക് കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഇന്ന ആളാണ് എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇന്ന ആളാണ് എൻ്റെ ലൈഫിൽ ആവശ്യം എന്നുള്ളത്, അല്ലെങ്കിൽ അയാളുടെ പ്രസൻസ് ഞാൻ വളരെയധികം ഇതാക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പുള്ളിയും കൂടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു 2 വർഷത്തിനകത്ത്. സോ അതുകൊണ്ട് ഞാൻ ആസ് എ ഹസ്ബൻഡ്, ആസ് എ പാർട്ട്ണർ, ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. എൻ്റെ ചോയ്സ് ആയിരുന്നു എൻ്റെ പാർട്ട്ണറെ ഞാൻ തിരഞ്ഞെടുത്തത്. അതിൽ ഞാൻ ഒരിക്കലും തെറ്റ് വരുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതിൽ ഞാൻ 100% ഞാനത് ഭയങ്കര ഗ്യാരണ്ടീഡ് ആണ്. ലൈക്ക് ഫാസ്റ്റ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞു. 2 വർഷമായിട്ട് ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പം ആ ഒരു കാലയളവിൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. എൻ്റെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ഈ ഒരാളെ ചൂസ് ചെയ്യുക എന്നുള്ളത് എല്ലാം പെട്ടെന്നുള്ള ഡിസിഷൻസ് ആണ്. ഒരുപാട് നാളത്തെ വർഷങ്ങളുടെ പരിചയമുള്ള ഒരാളൊന്നുമല്ല. അപ്പം അത് എനിക്ക് ആ ഡിസിഷനിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ആസ്പെക്റ്റിലും എനിക്ക് പുള്ളിനെ കൊണ്ട് ഒരു ശല്യമില്ല. ദാറ്റ്സ് എ ബേസിക് തിങ്. ലൈക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് നമ്മൾ തമ്മിൽ. കുറെ അഡ്ജസ്റ്റ്മെന്റ്സിനേക്കാളൊക്കെ അപ്പുറം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. ആക്ച്വലി എനിക്കറിയില്ല എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. കാരണം ഞാനങ്ങനെ ക്വസ്റ്റ്യൻ ഇതാട്ടോ, സ്കിൻ കെയർ റുട്ടീൻ എന്താണെന്നുള്ളതാണ്. ഞാനങ്ങനെ ഒരു പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ ഫോളോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. നോർമലി ക്ലെൻസർ, അതായത് ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, അതുപോലെ തന്നെ സൺസ്ക്രീൻ, ലിപ് ബാം. പിന്നെ മേക്കപ്പ് റുട്ടീൻ എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. പൗഡർ പോലും യൂസ് ചെയ്യില്ല. ഞാൻ ലിപ്സ്റ്റിക് ഇടും, കണ്ണെഴുതും, ദാറ്റ്സ് ഇറ്റ്. ഇതേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ഫങ്ഷൻസ് വരുമ്പോൾ കുറച്ച് ഐ ഷാഡോ അങ്ങനെ പൊക്കത്തിടില്ലേ, കുറച്ചിങ്ങനെ പിങ്കി എഫക്റ്റ് കിട്ടാൻ. പിന്നെ ഇപ്പം ഇടയ്ക്ക് ഈ ലിപ്സ്റ്റിക് തേച്ചിട്ട് ബാക്കി വരുന്നതെടുത്ത് ഞാൻ ഇവിടെ ഇങ്ങനെ ബ്ലഷ് ഇടും. അതല്ലാതെ എനിക്കൊരു മേക്കപ്പ് റുട്ടീനോ സ്കിൻ കെയർ റുട്ടീനോ ഇല്ല. ഞാൻ വേറൊരു വീഡിയോയിൽ എൻ്റെ ജസ്റ്റ് ഞാൻ നോർമലി ചെയ്യുന്ന പ്രൊഡക്ട്സ് ഞാൻ കാണിച്ചു തരാം. അതല്ലാതെ റുട്ടീനായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നോ അങ്ങനത്തെ ഒരു പരിപാടികളും ഇല്ല കേട്ടോ. അപ്പം എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയാൻ അതിന് മാത്രമൊന്നുമില്ല. അതുകൊണ്ട് ഇതിലെങ്ങനെ എനിക്ക് പറയണ്ടേന്ന് അറിയില്ല. ഞാൻ വേറൊരു വീഡിയോയിൽ എൻ്റെ പ്രോപ്പർ എന്തൊക്കെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യണേ എന്നുള്ളത് ഞാൻ പറയാം. അതല്ലാതെ വലിയ ഒരു മോർണിംഗ് സ്കിൻ കെയർ, നൈറ്റ് സ്കിൻ കെയർ അങ്ങനെ ഒരു ഒന്നുമില്ല. ഞാനത് എനിക്ക് വർക്കാവുന്ന സംഭവങ്ങൾ തേക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല. ഞാൻ ഒട്ടും മിസ് ചെയ്യാത്ത സംഭവം, വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യും. അത് ഞാൻ ഒരിക്കലും മിസ് ചെയ്യാറില്ല. ബാക്കിയൊക്കെ കണക്കാണ്. ഞങ്ങൾ പുറത്ത് വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു കരിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം ഇനി എന്നാ അടുത്തൊരു ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്തല്ല, ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ വാണ്ട് ടു വിസിറ്റ്. ലൈക്ക് അങ്ങനെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല. എനിക്ക് യൂറോപ്പിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. യൂറോപ്പിൽ സ്ഥലങ്ങൾ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. അപ്പം ആ ഒരു ആഗ്രഹമുണ്ട്. അതല്ലാതെ എനിക്ക് ഫോറിൻ കൺട്രീസ് വിസിറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. ആ കൾച്ചേഴ്സൊക്കെ ഒന്ന് കാണാൻ ഇഷ്ടമാണ് എനിക്ക്. ആ ഒരു കോസി വെതറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അതല്ലാതെ എനിക്കിങ്ങനെ ഡെസ്റ്റിനേഷൻ, എൻ്റെ ഡ്രീം സ്ഥലമാണ് അങ്ങനെയൊന്നുമില്ല. എനിക്കതുപോലെ തന്നെ കുറേ ഇന്ത്യക്കകത്ത് തന്നെ കുറേ സ്ഥലങ്ങൾ കാണാൻ താല്പര്യമുണ്ട്. സോ യാ, അതേ ഉള്ളൂ. എനിക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ എനിക്ക് കുറച്ച് ആൻസർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ ആൻസർ ചെയ്തത്. നല്ല ചൂടുണ്ടേ. കാരണം കാറിൽ AC ഓഫ് ചെയ്തിട്ടാണ് പോയേക്കണേ. ഈ സൗണ്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇത് കൂടി കിട്ടിയപ്പോൾ ഒരു ആശ്വാസമുണ്ട്. അങ്ങനെ. അപ്പം ഇതാണ് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് കാര്യങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ വരും വീഡിയോസിൽ കാണാം. സോ ഐ ആം സോ ഹാപ്പി ഇങ്ങനെ ഫസ്റ്റ് വീഡിയോ ചെയ്യാൻ പറ്റിയല്ലേ. ഇങ്ങനെ ലൈക്ക് എൻ്റെ ഒരു വൈൻഡ് അപ്പ് പോർഷൻ എത്തി. ഐ ആം സോ ഹാപ്പി. ഇനി കൂടുതൽ Q&As നമുക്ക് ഇടയ്ക്ക് ചെയ്യാം. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാം, നമുക്ക് സംസാരിക്കാം.
അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം. ആൻഡ് യാ, ഇഫ് യു ലൈക്ക് ഇറ്റ് പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക് ഇറ്റ്. കമന്റ് ചെയ്യൂ, എന്തൊക്കെ കണ്ടന്റ്സ് ഇനി വേണമെന്ന് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യൂ. എന്നെക്കൊണ്ട് പറ്റുന്ന കണ്ടന്റ്സ് ആണെങ്കിൽ ഞാൻ ചെയ്യാം. സോ അപ്പോൾ എനിവേ എല്ലാവർക്കും നിങ്ങളുടെ ഇന്നത്തെ ദിവസം എപ്പോഴാണ് ഞാനിത് അപ്ലോഡ് ചെയ്യണേന്ന് അറിയില്ല, ബട്ട് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. സീ യു അൺടിൽ നെക്സ്റ്റ് വീഡിയോ. ബൈ.